ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ശ്രീ ക്യൂട്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കന്യാകുമാരിയിലെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടെങ്കിലും പത്മനാഭപുര പാലസിലൊക്കെ കയറി ഏകദേശം ഉച്ച സമയമായപ്പോഴാണ് ഞങ്ങൾ കന്യാകുമാരിയിലെത്തിയത്. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ ആദ്യം തന്നെ ആഹാരം കഴിച്ചു. പിന്നീട് റൂമിൽ ചെക്കിങ് ചെയ്തു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്ക് പോയി. ആകാശം നിറയെ ക്ലൗഡ് ആയതിനാൽ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല. ഹോളിഡേ സീസൺ ആയതിനാൽ കന്യാകുമാരിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആകാശം വളരെ ക്ലൗഡ് ആയതിനാൽ സൂര്യൻ കടലിൽ മുങ്ങിത്താഴുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. സൺസെറ്റ് കണ്ടതിന് ശേഷം പിറ്റേന്ന് അതിരാവിലെ തന്നെ സൺറൈസ് കാണാൻ വേണ്ടി സൺറൈസ് പോയിന്റിൽ ഞങ്ങൾ എത്തി. കഴിഞ്ഞ ദിവസത്തെ പോലെ ആകാശം നിറയെ മേഘങ്ങളായതുകൊണ്ട് സൺസെറ്റ് മിസ്സായതുപോലെ സൺറൈസ് മിസ്സാവോ? അങ്ങ് ദൂരെ ഗ്ലാസ് ബ്രിഡ്ജിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. നിങ്ങൾ അത് കാണുന്നുണ്ടോ? സൺറൈസ് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. സൺറൈസ് പോയിന്റിന് തൊട്ടടുത്തുമായി ഒരു പള്ളിയും കാണാം. സൂര്യൻ്റെ ഡ്യൂട്ടി വളരെ കൃത്യതയോടെ ചെയ്തപ്പോൾ സന്തോഷം തോന്നി. കൃത്യസമയത്തിന് തന്നെ സൂര്യൻ ഹാജരായിട്ടുണ്ടേ. ഉദിച്ചു വരുന്ന സൂര്യനെ കാണാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ആകാശത്ത് നോക്കി നിൽക്കുന്ന കണ്ടോ? വളരെ പെട്ടെന്ന് തന്നെ അടിപൊളി ഒരു സൺറൈസ് കാണാൻ ഞങ്ങൾക്ക് പറ്റി. നോക്കിക്കേ, എന്ത് രസമാണെന്ന്. സൺറൈസ് പോയിന്റിൽ നിന്നും ഞങ്ങൾ നിറയെ ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനാണ്. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട, ഒരു 1.5 ക്യൂ ആയിരുന്നു. ക്യൂ എന്ന് പറഞ്ഞ ഒരു അവസാനമില്ലാത്ത ക്യൂ. 7:45 ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആകുന്നത്. സൺറൈസിന് മുമ്പേ തന്നെ ഇവിടെ ക്യൂ ഒക്കെ തുടങ്ങിയിരുന്നു. ഞങ്ങൾ സൺറൈസൊക്കെ കാണാൻ പോയിരുന്നല്ലോ. എന്നിട്ട് ഏകദേശം 6:45 ക്യൂയിൽ നിൽക്കാൻ വന്നത്. അപ്പം തന്നെ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നീളമുള്ള ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ 2 ടൈപ്പ് ക്യൂ ആയിരുന്നേ. ഒരെണ്ണം 75 രൂപയ്ക്കും ഒരെണ്ണം 300 രൂപയ്ക്കും. 300 രൂപയുടെ ക്യൂ കുറച്ച് ഫാസ്റ്റിലെങ്കിലും പോയായിരുന്നു. പക്ഷേ 75 രൂപയുടെ ക്യൂ ആമയെ പോലെ ഇഴഞ്ഞാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഏകദേശം 2.5 മണിക്കൂറുള്ള ക്യൂവിന് ശേഷം 9:30 ആകാറായപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിൽ കയറാനുള്ള അവസരം കിട്ടി. ബോട്ടിൽ കയറുന്ന മുമ്പായിട്ട് ഞങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ലൈഫ് ജാക്കറ്റ് ധരിക്കണം. പിന്നെ അങ്ങോട്ട് ലൈഫ് ജാക്കറ്റ് അടക്കം ഒരു ഇടിയായിരുന്നു. എങ്ങനെയൊക്കെയോ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. എല്ലാവരും ബോട്ടിനുള്ളിൽ ഇരുന്ന് യാത്ര ചെയ്യണം എന്നാണ്. പക്ഷേ തിരക്ക് കാരണം ചിലരൊക്കെ നിന്നാണ് യാത്ര ചെയ്തത്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്ക് എത്തി. വിവേകാനന്ദ പാറയിലേക്കുള്ള എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 30 രൂപയാണ്. വിവേകാനന്ദ പാറയിൽ നിന്നും കണ്ണാടി പാലത്തിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും സെൽഫീസും എടുത്തു. വിവേകാനന്ദ പാറയിൽ ഫോട്ടോസും വീഡിയോസും അലോഡല്ല. കുറച്ചു നേരം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ അങ്ങ് നിന്ന്.
ഞങ്ങൾ കണ്ണാടിപ്പാലത്തിലേക്ക് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ബന്ധിപ്പിക്കുന്ന ഈ കണ്ണാടിപ്പാലത്തിന് 77 മീറ്ററാണ് നീളം. എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരും നടക്കല്ലേ, നമുക്കും കൂട്ടി നടക്കാം. ഈ കണ്ണാടിപ്പാലത്തിൽ കൂടി താഴേക്ക് കടലിലേക്ക് നോക്കുമ്പോൾ നല്ല രസമാണേ. നിങ്ങൾ കണ്ടോ, താഴെ ഒരു പാറയുണ്ട്. ആ പാറയിലേക്ക് കടലിലെ തിരമാല വന്ന് അടിക്കുമ്പോൾ നല്ല രസമില്ലേ? കുറച്ചു നേരം കണ്ണാടിപ്പാലത്തിൽ നിൽക്കുമ്പം തന്നെ അവിടെയുള്ള സ്റ്റാഫ് വിസിലടിച്ചിട്ട് നമ്മളോട് മാറിപ്പോകാൻ പറയും. മനുഷ്യൻ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വിശന്ന് വലഞ്ഞ് കണ്ണാടിപ്പാലത്തിൽ എത്തിയപ്പോൾ ഒരാശ്വാസം. അപ്പോഴാണ് ഒരു വിസില്. ഞാൻ പേടിച്ചുപോയി. കണ്ണാടിപ്പാലമൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി തിരുവള്ളൂർ പ്രതിമയുടെ അടുത്തെത്തി. ആകാശം തൊട്ട് നിൽക്കുന്ന പ്രതിമയാണ്. താഴെ നോക്കിയിട്ട് പ്രതിമയുടെ തല കാണാൻ എനിക്ക് പറ്റിയില്ല. കണ്ടോ കൂട്ടുകാരെ, വലിയ വിരലുകൾ. രാത്രിയൊക്കെ ഈ പാലത്തിൽ നല്ല ലൈറ്റ് ഇടുവേ. പകലായതുകൊണ്ടാണ് ഈ പാലത്തിൽ ലൈറ്റ് ഇടാത്തത്. യാത്രക്കാരുമായി ഇങ്ങോട്ട് വരുന്നൊരു ബോട്ടും യാത്രക്കാരെ അങ്ങോട്ട് പോകുന്നൊരു ബോട്ടുമാണ് നിങ്ങളിവിടെ കാണുന്നത്. തിരികെയുള്ള ബോട്ട് യാത്രയ്ക്ക് ചെറിയൊരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി വളരെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തി. കണ്ണാടിപ്പാലമൊക്കെ കണ്ടതിന് ശേഷം തിരികെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്ത് തിരികെ വരുന്നതിന് മുമ്പായി അല്പസമയം കൂടെ ബീച്ചിൻ്റെ സൈഡ് വ്യൂ ഒക്കെ കാണാൻ ഞങ്ങൾ ഇരുന്നു.
ഇവിടെ ഇരുന്നാൽ സൺസെറ്റ് സൺറൈസ് വ്യൂ പോയിന്റ് ടവർ കാണാം. കുറച്ചു നേരം ഞങ്ങൾ അവിടെയൊക്കെ ഓടിക്കളിച്ചു. ശ്രീനു കക്കയൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. കുറച്ച് കക്കയൊക്കെ കിട്ടി, അപ്പം സന്തോഷമായി. കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സുചീന്ദ്രൻ ടെമ്പിളിലാണ്. അവിടെയും വീഡിയോസും ഫോട്ടോസും അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് വീഡിയോസും ഫോട്ടോസും എടുത്തില്ല. എന്തായാലും കന്യാകുമാരി യാത്ര വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ഫ്രം ശ്രീ ക്യൂട്സ്.